സംസ്ഥാനത്തെ 65 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി ആദ്യഘട്ട പെൻഷൻ വിതരണം ആരംഭിച്ചു. ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമായി 3200 രൂപ വീതം എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനായി 1679 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 62 ലക്ഷത്തോളം പേർക്ക് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കും. അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 26.67 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. കൈകളിൽ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയുള്ള വിതരണം ആരംഭിച്ചു. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ തനത് പെൻഷൻ തുകയായ 1600 രൂപയോടൊപ്പം നേരത്തെ ശേഷിച്ചിരുന്ന 2 ഗഡു പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി ചേർത്ത് 3200 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് 2 ഘട്ടമായി നാളെ മുതൽ തന്നെ എത്തിച്ചേരും. 7 ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന NSAP പെൻഷൻ ഗുണഭോക്താക്കളിൽ ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ നേരിട്ടാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 48.42 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഇത്തവണ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടിച്ചേർത്ത് 3200 രൂപ വീതം തന്നെ ലഭിക്കും. എല്ലാ തവണയും പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങാറുണ്ട്. ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതവും ഇത്തവണ എത്തിച്ചേരും. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓണസമ്മാനമായി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് 4800 രൂപ തന്നെ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യഘട്ടമായി ഓണത്തോടനുബന്ധിച്ച് 3200 രൂപ വീതം ഓണത്തിന് മുന്നോടിയായി തന്നെ വിതരണം പൂർത്തിയാക്കും. ഇതോടൊപ്പം തന്നെ സെപ്റ്റംബറിൽ ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയായ 1600 രൂപ കൂടി എത്തിച്ചേരും. വരും ദിവസങ്ങളിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കും. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.